ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈദ തഅംതും ഫന്തശിറു എന്ന് പറഞ്ഞു നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആയത്തു സുഖല എന്ന് പറയുന്ന ആയത്ത് തഫ്സീറുകൾ അറിയപ്പെട്ട ആയത്ത്. പിന്നെ ആയത്തുൽ ഹിജാബ് നമ്മൾ പറഞ്ഞു വന്നത് അതിൽ കുറച്ച് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു പറയുന്നത് വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ വമാ കാന ലക്കും അൻ തു'ദൂ റസൂലല്ലാഹി വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അദീമ. ഫൈദാ തഅംതും ഫന്തശിറു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിർബന്ധ കൽപ്പന എന്ന് പറയാം. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്. അവിടെ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ പുറത്തു പോകണം, ഭൂമിയിൽ വ്യാപിക്കണം എന്ന് പറഞ്ഞ്. പിന്നെ വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ, എല്ലാ കൽപ്പനകളും നിർബന്ധത്തിൽ ആണെന്നില്ല. ഈ അറബി സാഹിത്യത്തിൽ അൽ ഖബർ വൽ ഇൻഷ എന്ന് പറയും. ഖബർ എന്ന പ്രസ്താവന, ഇൻഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പന പോലുള്ളത്. അതിൽ ഈ കൽപ്പനകൾ പല തേട്ടത്തിന് വരും, പലതിന് വരും. ചിലത് നിർബന്ധ സ്വരത്തിലായിരിക്കും, ചിലത് നിർബന്ധ സ്വരമാവില്ല, കേവലം അനുവദനീയായിരിക്കും. ചിലത് പ്രതിഫലാർഹമായിരിക്കും. ചില കൽപ്പനകൾ പ്രാർത്ഥനകളായിരിക്കും. അല്ലാഹുവിനോടുള്ള കൽപ്പന റബ്ബി സിദ്നി, സിദ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. അത് കൽപ്പനയാണ്, അത് നിർബന്ധ കൽപ്പനയല്ല. പിന്നെ അത് തലബാണ്, തേട്ടാണ്, ദുആയാണ്. അങ്ങനെ കൽപ്പനകൾ ചെയ്യും. പല ലക്ഷ്യങ്ങൾക്ക് വരും. അറബി സാഹിത്യത്തിലൊരു ഭാഗമാണ്. എനിക്കൊന്നൊരു 10-12 ഐറ്റം കൽപ്പനകൾക്കുണ്ട്. ചിലയിടത്ത് വിശുദ്ധ ഖുർആനിൽ കൽപ്പന അത് നിർബന്ധത്തിനാണ്. അഖിമി സ്വലാഹ് നിർബന്ധത്തിനാണ്. ചിലയിടത്ത് കൽപ്പന നിർബന്ധത്തിനല്ല, പിന്നെ അത് കേവലം അനുവദനീയാണ്, അല്ലെങ്കിൽ പ്രതിഫലാർഹമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതിന് നിർബന്ധ സ്വരമല്ല. അതിൽപ്പെട്ടതാണ് ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്. ഇവിടെ ഫൈദാ തഅംതും ഫന്തശിറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഉള്ള അത് പഠിപ്പിക്കാമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെപ്പോഴും കയറി ചെല്ലാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ത് വേണം? നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരിക്കണം. നിങ്ങളെ ക്ഷണിക്കണം, വിളിക്കണം. അപ്പോഴേ നിങ്ങൾ കയറി ചെല്ലാൻ പറ്റുള്ളൂ. വല്ല ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കും പാർട്ടിയിലേക്കും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് അപ്പം നിങ്ങൾക്ക് പ്രവേശിക്കാം. പക്ഷേ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളവിടെ ഈ സംസാരത്തിന് ഇമ്പമുള്ളവരായി കമ്പുള്ളവർ അവിടെ ഇരിക്കുന്നത്, സംസാരം പറയരുത്, വെടി പറയരുത്. ഫന്തശിറു, നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം വീട്ടിൽ നിന്ന് പോരണം. സൽക്കാരം കഴിഞ്ഞതിന് ശേഷം എന്നുള്ള സ്പർദ്ധല കൽപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് പറയാം ഇത് നിർബന്ധത്തിന് തന്നെയാണ്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ നിർബന്ധം അല്ല. അത് അറബി സാഹിത്യത്തിൽ അങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിലത് കൽപ്പന ഉണ്ടല്ലോ, അതൊരു ആക്ഷേപിക്കാനും ഒരു കുറ്റപ്പെടുത്താനായിരിക്കും. ഒരു മദഹിൽ പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു ആക്ഷേപം അങ്ങനെ ആയിരിക്കും. ഫഖൂദ് ഇന്നക അൻത താഇമുൽ കാസി, ഒരു കവിത ഉണ്ട്, രാജാവിനെ അങ്ങോട്ട് വർണ്ണിക്കണേ. ലാ തർഹൽ ലി ബുഖിയതിഹ ഫഖൂദ് ഫഇന്നക അൻത താഇമുൽ കാസി പറഞ്ഞിട്ടൊരു. അതായത് ഒരാളോട് പറയാണ്, ദുനിയാവിൽ ഭൗതിക വിഭവങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട കാര്യമല്ല. ഫഖൂദ്, പെരയിൽ തന്നെ ഇരുന്നോളി. ഇന്നക അൻത താഇമുൽ കാസി, കാരണം നിങ്ങളാണ് എല്ലാവർക്കും വസ്ത്രം കൊടുക്കുന്നത്, വസ്ത്രം ഉടുപ്പിക്കുന്നത്, തിന്നാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് പൂവൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോളി എന്ന് പറയുന്ന ഒരു കൽപ്പന ഉണ്ട്. ഫഖൂദ്, ഞാൻ പണ്ട് വായിച്ചാണത്, ഇത് ഈ വിഷയം പഠിച്ചതാണ്. ഏതായാലും അവിടെ ഖൂദ് എന്ന് പറഞ്ഞാൽ ഇരുന്നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പിന്നെ അത് മുപ്പരൊന്ന് നോളാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പറയും, നോളാക്കാൻ വേണ്ടി. കൽപ്പനകൾ പല രീതിയിൽ വരുന്നുള്ളൂ. പക്ഷെ അവിടെ ചിലയിടത്ത് നിർബന്ധമായിരിക്കും, ചിലയിടത്ത് അനുവദനീയായിരിക്കും.
ഇന്ന ദാലിക കാന യുദിൻ നബിയ ഫയസ്തഹി മിൻകും വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. അപ്പോൾ ഇവിടെ ഒരു വിഷയം, നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരത്തിനോട് ഇമ്പമുള്ളവരായിട്ട് ഇങ്ങനെ വെടി പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ, അതേപോലെ തന്നെ അനുവാദം കിട്ടാതെ ഏത് സമയം റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇങ്ങനെ കയറി ചെല്ലുകയാണെങ്കിൽ അത് കാന യൂദിൻ നബി യൂദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? പ്രയാസപ്പെടുത്തും. കാന യൂദിൻ നബി സല്ലല്ലാഹു നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രയാസപ്പെടുത്തും. ഫയസ്തഹി മിൻകും, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ, സംസാരം മതി എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലെന്ത് ചെയ്യും? യസ്തഹി, ലജ്ജിക്കും. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തഹി, എന്താ ലജ്ജിക്കുകയില്ല മിനൽ ഹഖ്. എന്താ അവിടെ ഹക്കിൻ്റെ വിഷയത്തിൽ എന്ന് പറയണം. ഹക്കിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി ലജ്ജിക്കുക? ഹക്ക് പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലജ്ജ ഉണ്ടാവും വരുക? ഇല്ലല്ലോ. ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഹക്ക് അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള ഹക്കുകളുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഹക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഹക്കുണ്ട് അല്ലേ? പിന്നെ ഇസ്ലാമിൻ്റെ വിഷയത്തിലുള്ള ഹക്കുകളുണ്ട്. ഇതൊക്കെയാണ് ഹക്കുകൾ. പിന്നെ ആളുകളുടെ വിഷയത്തിൽ ഹക്കുകളുണ്ട്, മനുഷ്യന്മാരുടെ വിഷയത്തിൽ ഹക്കുകളില്ലേ? പലതര ഹക്കുകളിൽ അവകാശ ഹക്കുകളുണ്ടല്ലോ. ഇതിലൊക്കെ പിന്നെ ഉള്ള ഹക്കുകൾ പറയണ്ടേ? അത് പറയണം. ആ പറയുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലജ്ജ ഉണ്ടാവുമോ? ലജ്ജ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിൻ്റെ വിഷയത്തിൽ എന്തില്ല? അള്ളാഹ്ക്ക് ഇസ്തിഹിയ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാതിരിക്കൂല. അള്ളാഹു അത് പറയാതിരിക്കൂല. ഒരു സ്ത്രീ പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർക്ക് സ്ഖലനമുണ്ടായാൽ അവർ കുളിക്കണം ചോദിക്കാണ്. ഉമ്മു സുലൈം വന്നിട്ട് കുളിക്കണം ചോദിക്കണം. അപ്പോൾ പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅത്തിൽ മാ, അവർ സ്ഖലന ജലനം കണ്ടിട്ടുണ്ട് എങ്കിൽ കുളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ വിഷയം എന്താ? അതൊരു പിന്നെ ലജ്ജിച്ചു പോകുന്നൊരു വിഷയമല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിനോട് ചോദിച്ചു. റസൂലുള്ളാഹി അത് പറഞ്ഞില്ലേ? സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വികാരജലം കൊണ്ട് ഞാൻ ഏറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ കുന്തു ആനി പിന്നെ ശിദ്ധത്തം വാന എന്നാണ്. അതുകൊണ്ട് തന്നെ കുന്തു ഉക്സിറുൽ ഇഖ്തിസാൽ. സഹൽ ഇബ്നു ഹുനൈഫ് പറയുന്നത്, ഞാനും കുളിച്ച് തോറ്റു എന്നറിയില്ലേ? അതേപോലെ. കാരണം അദ്ദേഹം ഈ ആളുകൾക്ക് വികാരം ഉണ്ടാകുമ്പോൾ സ്രവിക്കുന്ന ഒരു ദ്രവം, അത് ബീജമല്ല. അപ്പോൾ ഞാൻ അതിനാലേറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോഴൊക്കെ ഞാൻ കുളിക്കുമായിരുന്നു, എപ്പോഴും കുളി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം വിഷയം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒതു മതി, ആ ഭാഗം കഴുകുക പറഞ്ഞു, ഒതു ചെയ്താൽ മാത്രം മതി, കുളിക്കണ്ട എന്ന് പറഞ്ഞു. നമുക്ക് അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു റജുലൻ മദ്ദാഅൻ, ഞാൻ ഈ വികാരജലം കൂടുതലുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ മകൾ എൻ്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് എനിക്ക് റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിക്കാനൊരു മടി. അപ്പോൾ ഞാൻ മിഖ്ദാദ് ഇബ്നുൽ അസ്വദിനോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ഒതു പുതുക്കിയാൽ മതി, അതുണ്ടായാൽ ഒതു പുതുക്കിയാൽ മതി. അപ്പോൾ ചോദിച്ചു, ഇത് പിന്നെ വസ്ത്രത്തിൽ കണ്ടാലോ? പറഞ്ഞു, വസ്ത്രത്തിൻ്റെ ആ ഭാഗം അതേപോലെ ശരീരാവയവം കഴുകുക, എന്നിട്ട് ഒതു പുതുക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഒരു ഹയായിൻ്റെ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, ഹക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹു ലജ്ജിക്കൂല, റസൂലുള്ളാഹി ലജ്ജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്താ വിഷയം? ഹക്കിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി ലജ്ജിക്കും എന്നാണ്? അല്ല. പിന്നെ ഇവിടെ റസൂലുള്ളാഹി ലജ്ജിക്കും എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ്? അത് റസൂലുള്ളാഹിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല ആളുകൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് വരുന്ന വിഷയമാണ്, എന്നിട്ട് അവിടെ ഇരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മഖാം അനുസരിച്ചിട്ട് നിങ്ങൾ വർത്താനം നിർത്തിക്കാണ്ട് പൊയ്ക്കാണ് ഇവിടുന്ന് എന്ന് പറയില്ല. ഇത് എത്ര നേരമായി എന്ന് പറയില്ല. ഭക്ഷണം കഴിഞ്ഞില്ല, ഇനി പൊയ്ക്കോളി എന്ന് പറയില്ല. ആ ഒരു വിഷയമാണ് ഇവിടെ ഫയസ്തഹി മിൻകും എന്ന് പറഞ്ഞത്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ അങ്ങനത്തെ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈയക്തികമായിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, അത് പറയാതിരിക്കില്ല, അള്ളാഹു അത് പറയും എന്നുള്ളതാണ് അവിടെ വിഷയം.
വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. വൈദാ സഅൽതുമൂഹുന്ന എന്നാണ്, അവരോട് നിങ്ങൾ ചോദിച്ചാൽ. അവരോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുയൂത്തുമായി ബന്ധപ്പെട്ടാണല്ലോ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ശേഷവും പറയുന്നുണ്ട്, വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദി. വലൈക്കും സലാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ ഉദ്ദേശം. നിങ്ങൾ അവരോട് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ചോദിച്ചാൽ, മത്താ എന്നാണ് എന്താ? വിഭവം. വിഭവം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഓക്കെ, മത്താ എന്ന് പറഞ്ഞാൽ മൈ ഇൻതഫഉ ബി എന്നാണ്, മനുഷ്യന്മാർ ഉപകരിക്കുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് എന്തെങ്കിലും ഒരു മത്താഴ്, അതിപ്പോൾ ഇതുപോലെ ഭക്ഷണമാകട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ ഇരവലുണ്ടല്ലോ, ആരിയ എന്ന് പറയും. ആരിയ എന്ന് പറഞ്ഞാൽ ഇരവൽ വസ്തുക്കൾ, എന്താ സ്പൂണ്, കോപ്പ, പാത്രം, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അത് മത്താഴിന് എന്തും ആകാം. അത് ഹസ്സിയായ ഭൗതികമായിട്ടുള്ള വിഭവങ്ങളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പലരും ചോദിച്ചു വരുന്നത് ഈ ഭൗതിക വിഭവങ്ങളല്ല, പിന്നെന്താണ്? മാനവീയായ മത്താണ്. മാനവീയായ മത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഫത്വകൾ, വിജ്ഞാനങ്ങൾ. കാൽപ്പനികമായ മത്താഴികളുണ്ട്, ഭൗതികമായിട്ടുള്ള മത്താഴികളുണ്ട്. ഭൗതികമായ മത്താണ് നമ്മളുടെ ഈ പിന്നെ പാത്രം, സ്പൂണ്, ഇങ്ങനത്തെ ഒക്കെ വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ, ഭക്ഷണം കാര്യങ്ങളൊക്കെ. മത്താഴ് മാനവി ഉണ്ട്. മാനവി എന്ന് പറഞ്ഞാൽ കാൽപ്പനികമായിട്ടുള്ള വിഭവങ്ങൾ, അതാണ് വിജ്ഞാനങ്ങൾ, ഫത്വകൾ, കാര്യങ്ങളൊക്കെ. വൈദാ സഅൽതുമൂഹുന്ന, പ്രവാചക പത്നിമാരോട് നിങ്ങൾ ചോദിച്ചാൽ, മത്താൻ എന്തെങ്കിലും ഒരു മത്താൻ, ഇസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, മിൻ വറാഇ ഹിജാബിൻ, ഒരു ഹിജാബിൻ്റെ പിന്നിൽ നിന്നും. എന്താ ഈ ഹിജാബ്? ഇതാണ് പിന്നെ ആയത്തുൽ ഹിജാബ്. ഈ പരാമർശമുള്ളതുകൊണ്ട് ഈ ആയത്തുൽ ഹിജാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? ആദ്യകാലത്ത് ഇല്ലാത്തൊരു മറ സ്ഥാപിക്കപ്പെട്ടു, ഹിജാബ് സ്ഥാപിക്കപ്പെട്ടു. ആ ഹിജാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, ഹിജ്റയുടെ 5-ാം വർഷം ദുൽഖഅദ മാസത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഹിജ്റയുടെ 5-ാം വർഷം ദുൽഖഅദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഈ ആയത്തിന് ശേഷം ഒരു ഹിജാബ് വന്നു. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു സിത്രൻ മുർഖ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെട്ട ഒരു വിരി. ആ പർദ ഉണ്ടല്ലോ, ആ പർദ അതിന് അപ്പുറത്തായിരുന്നു റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, അതിനിപ്പുറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വരുന്ന ആളുകൾ. ഈ പ്രയോഗം ഉള്ളതുകൊണ്ടാണ് ഈ ആയത്തിന് ആയത്തുൽ ഹിജാബ് എന്ന് പറയുന്നത്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, എനിക്കറിയാം ആയത്തുൽ ഹിജാബ് ഏതെന്ന്. കാരണം ആയത്തുൽ ഹിജാബിൻ്റെ അവതീർണതയ്ക്ക് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ആയത്തുൽ ഹിജാബ് എന്ന് തന്നെയാണ് സഹാബികൾ ആർക്ക് പറഞ്ഞിരുന്നത്? ഇതിന് പറഞ്ഞിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, ആയത്തുൽ ഹിജാബ് ഇറങ്ങിയതിന് ശേഷം അഫ്ലഹ് എൻ്റെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചു എന്നാണ്. അഫ്ലഹ് ഇസ്തഅദന ഇലയ്യ അഫ്ലഹു ബഅദ നുസൂലി ആയത്തുൽ ഹിജാബ്. ആയത്തുൽ ഹിജാബ് ഇറങ്ങിയതിന് ശേഷം അഫ്ലഹ് എന്നവർ എന്നോട് അനുവാദം ചോദിച്ചു. അഫ്ലഹ് ആരാണ്? അഫ്ലഹ് അഹു അബി ഖുഐസ് എന്നാണ്. അബി അൽ ഖുഐസ്, ഈ പേര് കേട്ടുകണ എപ്പോഴെങ്കിലും? അബുൽ ഖുഐസിൻ്റെ പിന്നെ ബ്രദർ, സഹോദരൻ എന്നോട് അനുവാദം ചോദിച്ചു എന്നാണ്. ഞങ്ങളുടെ വിഷയം എത്രയേ ഉള്ളൂ. ആയത്തുൽ ഹിജാബ് ഇറങ്ങിയതിന് ശേഷം അഫ്ലഹ് എന്നോട് അനുവാദം ചോദിച്ചു. അപ്പോൾ സഹാബികൾ ആയത്തുൽ ഹിജാബ് പറയുന്നതായിട്ട് ഈ ആയത്താണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുൽ ഖുഐസിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആലാനക്ക് പാൽ കൊടുത്തിരുന്നു. അപ്പോൾ അബുൽ ഖുഐസിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹുവിൻ്റെ ആരാണ്? അബുൽ ഖുഐസിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹുവിൻ്റെ ആരാണ്? ആ മുലകുടി ബന്ധത്തിൽ ഉമ്മ. ആയിഷ റളിയല്ലാഹു തആലാൻ്റെ ഉമ്മയാണ് അബുൽ ഖുഐസിൻ്റെ ഭാര്യ. അപ്പോൾ അബുൽ ഖുഐസ് ആരാണ്? വാപ്പാണ്. ലബനുൽ ഫഹൽ എന്നാണ് പറയുക, ലബനുൽ ഫഹൽ. കാരണം ഈ അബുൽ ഖുഐസ് പിന്നെ ഈ സ്ത്രീയെ തൻ്റെ ഭാര്യയായി നിലനിർത്തുന്ന സമയത്താണ് എന്ത് ചെയ്തത്? പിന്നെ ആയിഷ റളിയല്ലാഹു പാൽ കുടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധത്തിൽ വാപ്പയാണ് ആര്? ഈ അബുൽ ഖുഐസ്. അപ്പോൾ
ആയിഷ റളിയല്ലാഹു ആരാണ്? അയ്യുഹന്നാസ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹുവിനക്ക് പാൽ കൊടുത്ത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ വാപ്പയാണ് ആര്? മുലകുടി ബന്ധത്തിൽ അബുൽ ഖുഐസ്. അപ്പോൾ അമ്മ വാപ്പാൻ്റെ സഹോദരനാണ് ആര്? അഫ്ലഹ്. അതിന് മനസ്സിലാക്കാം, ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു സ്ത്രീൻ്റെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് നൽകിയ സ്ത്രീ ഈ കുട്ടീൻ്റെ ഉമ്മയാണ്, മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ്. ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർദാനക്കും, നിങ്ങൾക്ക് പാലൂട്ടിയ ഉമ്മമാർ. ആ സ്ത്രീൻ്റെ ഭർത്താവ് ആ സ്ത്രീൻ്റെ ഭർത്താവ് ഈ കുട്ടീൻ്റെ ഉപ്പയാണ്. അയാളുടെ സഹോദരങ്ങൾ ഈ കുട്ടിയുടെ എളാപ്പ മൂത്താപ്പന്മാരാണ്. അയാളുടെ പെങ്ങന്മാർ ഈ കുട്ടിയുടെ അമ്മായിമാരാണ്. ഈ സ്ത്രീ, പാല് നൽകിയ സ്ത്രീ, അതിൻ്റെ സഹോദരിമാർ ഇവരുടെ എളാമ മൂത്തന്മാരാണ്. അയാളുടെ മക്കൾ ഈ സ്ത്രീയുടെ പാല് കുടിച്ച സ്ത്രീൻ്റെ സഹോദരങ്ങളാണ്, സഹോദരികളാണ്. യഹ്റുമു മിനർ റദാഅതി മാ യഹ്റുമു മിനൻ നസബ്, മുലകുടി ബന്ധത്തിലൂടെ, രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതൊക്കെയും നിഷിദ്ധമാകുന്ന. ഇത് ഭയങ്കര ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരു കുട്ടിക്ക് പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാൽ കൊടുത്താലുണ്ടാകുന്ന ബന്ധങ്ങൾ അത് വളരെ വലിയ വിശാലമായ ബന്ധമാണ്. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അഫ്ലഹ് അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തില്ല. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയില്ല. അതിന് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് പ്രശ്നമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു തആലയെയും ഹൈസ് കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നത്. ഉമർ വന്നപ്പോൾ അവിടെ ഇരുന്നിട്ട് ഉമർ കഴിച്ചു. ആയിഷ ഉണ്ട്, റസൂലുള്ളാഹ് ഉണ്ട്, ഉമറുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നിന്നല്ല കഴിക്കണത്. അപ്പോൾ കഴിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ കയ്യും ഉമറിൻ്റെ കയ്യും ടച്ചായി. അപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനെ എന്ത് ചെയ്തു? പിന്നെ ഒച്ച വെച്ചു. എന്നിട്ട് ഉമർ അപ്പോഴാണ് പറയുന്നത്, റസൂലെ, നിങ്ങളുടെ ഭാര്യമാരെ മറച്ചിരുന്നുവെങ്കിൽ, ഹിജാബിന് പിന്നിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ഉമർ അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ, ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു? അവർ ആണുങ്ങൾ കാണുമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു, റസൂലുള്ളാഹിൻ്റെ പത്നിമാരെ കാണുമായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് അല്ലാഹു പറഞ്ഞപ്പോൾ അഫ്ലഹി വരെയാണ്. അതുവരെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അനുവാദം ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു പറ്റൂല, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലെ, അബൂൽ ഖുഐസിൻ്റെ സഹോദരൻ അഫ്ലഹ് എൻ്റെ അടുക്കലേക്ക് വരാൻ അനുവാദം ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ്, അവർക്ക് അനുവാദം കൊടുക്കുക നിങ്ങളുടെ അമ്മാണ്, വാപ്പൻ്റെ സഹോദരനാണ്. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ അബുൽ ഖുഐസിൻ്റെ ഭാര്യൻ്റെ പാലല്ലേ കുടിച്ച് എന്ന് പറയണം. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അനുവാദം കൊടുക്കുക, കാരണം നിങ്ങളുടെ പാൽ നിന്ന മഹദിയുടെ ഭർത്താവിൻ്റെ സഹോദരനാണ്, നിങ്ങളുടെ അമ്മാണ്, അതുകൊണ്ട് അയാൾക്ക് അനുവാദം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അഫ്ലഹ് കടന്നു വന്നു എന്നുള്ളതാണ് അവിടെ ചരിത്രം. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഏതായാലും ഒരു വിഷയം എന്ന് വെച്ചാൽ ആയത്തുൽ ഹിജാബ്, അങ്ങനെ ആ പേരിലാണ് പിന്നീട് ഈ വചനം ഇറങ്ങിയതിന് ശേഷം പ്രസിദ്ധമായത്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഇവിടെ ബുയൂത്തുൻ നബി എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ ഈ വീടിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞത്? വദ്കുർന മാ യുത്ലാ ഫി ബുയൂത്തികുന്ന എന്നാണ് പറഞ്ഞത്. രണ്ടൊരു വീട്. ഇവിടെ ബുയൂത്തുൻ നബി എന്നാണ്, ആ വീട് തന്നെയാണ് ഇത്. ബുയൂത്ത് കുന്ന എന്ന് പറഞ്ഞ വീടും അവിടെ ബുയൂത്ത് നബി എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകൾ എന്നാണ്. അവിടെയോ ബുയൂത്ത് കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യമാരുടെ വീടുകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ വീടാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടാണോ ഭാര്യമാരുടെ വീടാണോ? ഒന്ന് ഇപ്പോൾ വീടുണ്ടാക്കേണ്ടത് ആരാണ്? ഭർത്താക്കന്മാരാണ്. വിവാഹത്തോടനുബന്ധിച്ചിട്ട് വീടൊരുക്കണം എന്നുള്ളതാണ്. കൂട് ഒരുക്കിയിട്ടാണ് കിളി അല്ലേ? അതുകൊണ്ടാണ് ഈ നമ്മൾ ബിനാ എന്നാണ് പറയുന്നതിന്. എന്തിനാ ബിനാ എന്നറിയാം? വീടുണ്ടാക്കണതിന് ബിനാ എന്നറിയാം അല്ലേ? ബന ബിനി ബിന, വീടുണ്ടാക്കണതിന് ബിനാ എന്ന് പറയും. പിന്നെ ഒന്നിനും കൂടി ബിനാ എന്നറിയാം. എന്തിനാ? ജിഫാഫ് എന്താ? ജിഫാഫ് എത്ര ജിഫാഫ് എന്നറിയാം? അറയിൽ കൂടൽ. ഈ അറയിൽ കൂടിന് പറയില്ല, ആദ്യരാത്രി അപ്പം കഴിച്ചു കൂട്ടുന്നതിനാണ് ജിഫാഫ് എന്നറിയാം. ഹണിമൂൺ എന്നാണ് ജിഫാഫ്. ആദ്യരാത്രി അതിനാണ് ജിഫാഫ് എന്ന് പറയുന്നത്. അതിനും ബിനാ എന്നറിയും അറബികൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനുമായി അഖദ് നടത്തിയത് ഷവ്വാലിലാണ്. വ ബനാബി, ബനാബി എന്ന് പറഞ്ഞാൽ ഞാനുമായി ബിനാഗ് നടത്തിയത്. ബിനാഗ് നടത്തിയിരുന്നാൽ സിഫാഫ്, അറയിൽ കൂടിയത് ഷവ്വാൽ മാസത്തിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ബിനാഗ് എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കണമെന്നാണ് പറയുക സിഫാഫിന്. അതെന്തിനാ ബിനാഗ് പറഞ്ഞത്? ബിനാഗ് ശരിക്കും വീടുണ്ടാക്കണമെന്നാണ് പറയുക. ബിനാഗ് എന്ന് പറഞ്ഞാൽ എടുപ്പ് എന്നതിൻ്റെ അർത്ഥം തന്നെ, എടുപ്പുണ്ടാക്കണമെന്നാണ് പറയുക. കാരണം സിഫാഫ് നടത്തിയിരുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? ആ വീടുണ്ടാക്കിയിട്ടാണ്, അയക്കാണ് കൊണ്ടുവരിക. കെട്ടിക്കൊണ്ടുവരൽ തന്നെ അയക്കാണ് വീട് കൂടാൻ, വീടുണ്ടാക്കിയിട്ട് അയൽക്ക കൊണ്ടുവരിക. നമ്മളുടെ ഒക്കെ ശീലം നടത്തുന്ന പെരീക്ക് തറവാട്ടിൽ കെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് പിന്നെ കുറേ കാലം എല്ലാവിധ ഗുസ്തിയും കരട്ടിയും പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം പിന്നെ ഒന്നുകിൽ പുറത്താക്കും അല്ലെങ്കിൽ പുറത്ത് പോകും. അപ്പോഴത്തേക്കെല്ലാം ഇതായിരിക്കും. വളരെ വിരളല്ല എന്നില്ല കേട്ടോ, എന്നാലും പക്ഷേ അങ്ങനെയല്ല. ശരിക്കും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഭാര്യമാരുമായിട്ട് അറയിൽ കൂടുമ്പോൾ അവർക്ക് വീട് വെച്ചിട്ടാണ് അറയിൽ കൂടിയിട്ടുള്ളത്. അതാണത് അറിയിക്കുന്നതും. അങ്ങനെയാണ് അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക കണ്ടില്ല. ഓരോ ഭാര്യമാർക്കും വീട് ഒരുക്കിയിട്ടാണ് ഉണ്ടല്ലോ അവരിതാക്കിയത്. അതുകൊണ്ടാണ് ഭാര്യമാരിലേക്ക് എന്ത് ചെയ്തത്, വീട് ചേർത്തുള്ളത്. അവരതിലെന്താണ്, അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം വീടാണ്. അതുകൊണ്ടാണ് അവരിലേക്ക് ചേർത്തത്, അവർക്കുള്ളത്. അല്ലാതെ അവർക്ക് മിൽക്കല്ല. മിൽക്ക് ആരുടേതാണ്? ഉടമസ്ഥ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അതുകൊണ്ടാണ് ഇവിടെ ബുയൂത്തിൻ നബി എന്നാണ് റസൂലുള്ളാഹിൻ്റെ ഉടമസ്ഥതയിലുള്ള, റസൂലുള്ളാഹിൻ്റെ മിൽക്കിലുള്ള വീട്. പക്ഷേ അത് ഓരോ ഭാര്യമാർക്കും വേറെ വേറെ നൽകിയിട്ടാണ് റസൂലുള്ളാഹി അതിൽ അറയിൽ കൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഭാര്യമാരിലേക്ക് ചേർത്തത്, അത് അവർക്ക് ഉടമസ്ഥതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഭാര്യമാരുടെ കാലശേഷം ആരെങ്കിലും അനന്തരം എടുത്തോ? എന്താ ചെയ്തത്? വീടുകൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകൾ എന്താ ചെയ്ത്? ആ മസ്ജിദുൻ നബവിയിലേക്ക് ചേർക്കുക ചെയ്തത്. ആ വീടുകളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതൊക്കെ പൊളിച്ചതിന് ശേഷം അത് മസ്ജിദുൻ നബവിയിലേക്ക് ചേർക്കുക ചെയ്തത്. കാരണം അതൊന്നും എന്തല്ല, അവർക്ക് ഉടമസ്ഥപ്പെട്ടതല്ല, അത് റസൂലുള്ളാഹിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. റസൂലുള്ളാഹിൻ്റെ ഉടമസ്ഥതയിലുള്ളത് വീതിക്കാൻ പാടില്ല, അനന്തര സ്വത്തായിട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യമാരതിൽ പാർത്തു. ഭാര്യമാർ വഫാത്തായതിനു ശേഷം അവരുടെ ആങ്ങളാർ, ചില ഭാര്യമാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അന്ന് അവർക്ക് എന്ത് ചെയ്തില്ല, ഓഹരി വെച്ച് കൊടുത്തില്ല, ഓഹരി വെച്ച് കൊടുത്തില്ല. പിന്നെ എന്താ ചെയ്തത്, അതിനെ മസ്ജിദുൻ നബവിയിലേക്ക് എടുക്കുക ചെയ്തത്. മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ട് അത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മസ്ജിദുൻ നബവി വിപുലീകരിക്കുകയാണ് ചെയ്തത്. ഏതായാലും അത് നമുക്ക് അവിടെ വിട്ടുപോയൊരു മസലയാണത്. ഇനി ഇവിടെ ഈ ഹിജാബ് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിജാബ് രണ്ടുണ്ട്. ഒന്ന് ഇവിടെ പറഞ്ഞ ഹിജാബ്, ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു കർട്ടനായിരുന്നു, സിത്രുൻ മുർഹ, തൂക്കിയിടപ്പെട്ട ഒരു വിരി. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് അവരുടെ ഹിജാബുണ്ട്, ജിൽബാബ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൻ നൂറിൽ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന അൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. പ്രവാചക പത്നിമാരോട്, മക്കളോട്, പിന്നെ മുഅ്മിനുകളായ സ്ത്രീകളോട് പറയാൻ പറഞ്ഞു അവരവരുടെ ജിൽബാബുകൾ എന്ത് ചെയ്യാൻ, അവരുടെ ശിരസിൽ നിന്ന് ശരീരത്തിലേക്ക് തൂക്കിയിടാൻ അതാണ് പിന്നെ സ്ത്രീകൾക്കുള്ള മൂടുപടം, പർദ, ബുർക്ക എന്ന് പറയുന്ന സാധനം, അത് ധരിക്കാൻ പറഞ്ഞു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നായി. സൂറത്തുൽ അഹ്സാബിലാണല്ലോ, നമുക്കിപ്പോൾ വരേക്കാറല്ലേ. അലാ കുല്ലിൻ പിന്നെ പറഞ്ഞു. അപ്പോൾ ജിൽബാബ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, ആ മറ സ്വീകരിക്കൽ അതെല്ലാവർക്കും ഉണ്ട്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഈ പറയുന്ന ഹിജാബ് ഉണ്ടല്ലോ, ആ ഹിജാബ് എന്താണ്, അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ജിൽബാബ് സ്വീകരിക്കുന്നതോടൊപ്പം അവരെന്ത് ചെയ്യണം, അവരെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യണം, പിന്നെ മറക്കണം എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞത്, ഇവിടെ ഉദ്ദേശം എന്താണ്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് പിന്നെ അന്യർക്കും ഇടയിലുള്ള കർട്ടൻ അതാണ്, അതിന് പിന്നിൽ നിന്ന് ചോദിക്കാനാണ് പറയുന്നത്. എന്നാൽ പിന്നെ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരും എന്തുണ്ട്, അവർക്ക് ഹിജാബുണ്ട്, അന്യരോട് ചോദിക്കുമ്പോൾ വർത്തിക്കുമ്പോൾ. അപ്പം ഹിജാബ് ഇവിടെ എന്താണ് ഉദ്ദേശം, ഈ കർട്ടനല്ല, പിന്നെ അവരുടെ ജിൽബാബാണ്, അവരുടെ പർദ്ദയാണ്, അല്ലെങ്കിൽ അവരുടെ മറയാണ്, അവരുടെ വസ്ത്രമാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ അപേക്ഷിച്ചിട്ട് ഈ ഹിജാബ് എന്നാണ്, അത് റസൂലുള്ളാഹിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ ഹിജാബ്, ഒരു കർട്ടൻ. ആ കർട്ടന് പിന്നിൽ നിന്നാണ് ചോദിച്ചിരുന്നത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട്. ആരും റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ കാണുകയോ അതേപോലെ തന്നെ പിന്നെ അവരെ നോക്കുകയോ ചെയ്തിരുന്നില്ല, ഈ കർട്ടന് പിന്നിൽ നിന്നാണ്.
അതുകൊണ്ടാണ് ആ കർട്ടനേറെ ഹദീസുകളിൽ കാണാം. ചിലർ വന്നിട്ട് ആയിഷയോട് പറയുന്നുണ്ട്, ആയിഷയോട് പറയുന്നുണ്ട്, ഉമ്മ നിങ്ങൾ ആ കർട്ടൻ നീക്കൂ, ഇക്ഷിഫീലി, ഞാൻ റസൂലുള്ളാഹിൻ്റെ ഖബറൊന്ന് കാണട്ടെ, അബൂബക്കർ ഉമർ ഇവരുടെ ഖബർ കാണട്ടെ, നിങ്ങൾ ആ കർട്ടൻ ഒന്ന് നീക്കി തരികയെന്ന് പറയുമ്പോൾ കർട്ടൻ ഇതാണ്. റസൂലുള്ള വഫാത്താകുന്ന ദിനം പിന്നെ എല്ലാവരും സുബൈ നിസ്കരിക്കാൻ റസൂലുള്ളാഹിക്ക് വരാൻ വയ്യല്ലോ. അപ്പോൾ എല്ലാവരും സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കർട്ടൻ നീക്കിയെന്നാണ്. വീടിൻ്റെ ആ കർട്ടൻ നീക്കിയപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു റസൂലുള്ളാഹി വരികയാണ്. പക്ഷേ റസൂലുള്ളാഹി അങ്ങനെ പിന്നെ ഒന്ന് നോക്കി, ഞങ്ങളെ നോക്കിയിട്ട് ചിരിച്ചതിന് ശേഷം ആ കർട്ടൻ അങ്ങനെ തിരിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഹിജാബ്. ഇവിടെ ഫസ്അലൂഹുന്ന മിൻ വറാ ഹിജാബ് അല്ലേ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് ചോദിക്കുന്ന വിഷയമാണ് ഹിജാബിൻ്റെ പിന്നിൽ നിന്ന്. പക്ഷേ ഈ ചോദിക്കൽ, ഹിജാബിന് പിന്നിൽ നിന്ന് ചോദിക്കൽ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത് നമ്മൾ, അത് അവരുടെ വസ്ത്രമാണെന്ന് പറഞ്ഞു. അവർ മറ സ്വീകരിച്ചതിന് ശേഷമുള്ള ഈ ചോദിക്കലുണ്ടല്ലോ, അത് മറ്റ് സ്ത്രീകൾക്ക് ബാധകമാണോ അതല്ല റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് മാത്രം ബാധകമാണോ? ഈ കൽപ്പന ഫസ്അലൂഹുന്ന അല്ലേ, വൈദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വിഷയത്തിലാണ് അത് ഉള്ളത്, പ്രത്യക്ഷത്തിലുള്ളത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബാധകമാണ്, നമുക്കിത് ഇവിടെ മനസ്സിലാക്കാം. ദാലിക്കും അത്ഹറു ലിഖുലൂബിക്കും വഖുലൂബിഹിൻ. എന്താ ദാലിക്കും, ദാലിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അനുവാദം ചോദിക്കുന്നത്, അനുവാദം ഉണ്ടെങ്കിൽ മാത്രം പ്രവേശിക്കൽ, ഇനി അവിടെ വല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിച്ച ഉടനെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കാതെ വെടി പറഞ്ഞിരിക്കാതെ വേഗം പോകൽ, ഇതൊക്കെയും അത്ഹറു ലിഖുലൂബിക്കും, എന്താ നിങ്ങളുടെ കൽബുകൾക്ക് ഏറ്റവും ശുദ്ധമാകുന്നു. അത്ഹർ, അത് അത്ഹർ ഏതാണ് വരുന്നത്? തുഹറിൽ നിന്ന്. തുഹർ ശുദ്ധിയാണ്, തുഹർ. ദാലിക്കും അത് അത്ഹറു ലിഖുലൂബിക്കും നിങ്ങളുടെ കൽബുകൾക്ക് ഏറ്റവും ശുദ്ധമാണ്. വഖുലൂബിഹിന്ന അവരുടെ കൽബുകൾക്ക്, അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടെ? ചോദിക്കപ്പെടുന്നവരുടെ. ഇവിടെ ചോദിക്കപ്പെടുന്നവരിൽ ആരാ മുഖ്യം? ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. അപ്പം നിങ്ങളുടെ കൽബുകൾക്കും നിങ്ങൾ ചോദിക്കുന്നവരുടെ കൽബുകൾക്കും വഖുലൂബിഹിൻ അവരുടെ കൽബുകൾക്കും അത്ഹറാണ്. അത്ഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അള്ളാഹുടെ ആ പ്രയോഗം നോക്കി നിങ്ങൾ, അത്ഹർ എന്നാണ് പ്രയോഗിച്ചത്. ഇവിടെ ചോദിക്കുന്നവരും വിശിഷ്ടരാണ്, ചോദിക്കപ്പെടുന്നവർ അതിനേക്കാൾ വിശിഷ്ടരാണ് അല്ലേ. അപ്പോൾ ആ ഹൃദയങ്ങളിലൊക്കെ എന്തുണ്ട്? തുഹർ, ശുദ്ധിയുണ്ട്. റഹ്മക്കല്ലാ, അതിലൊക്കെ എന്തുണ്ട്? ശുദ്ധിയുണ്ട്, തുഹറുണ്ട്. തുഹർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശം? അള്ളാഹുവിനുള്ള സൂക്ഷ്മത അല്ലേ. അതേപോലെ തന്നെ നിസ്രാശ്രമങ്ങളോടുള്ള ആദരവ്, ബഹുമാനം, ഇതൊക്കെയുള്ളോ അതവിടെ ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഹർ എന്നാണ് പറഞ്ഞത്. അത്ഹർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ. ദാലിക്കും അത്ഹറു ലിഖുലൂബിക്കും വഖുലൂബിഹിൻ നിങ്ങൾ ചോദിക്കുന്നവരുടെ കൽബുകൾക്കും ചോദിക്കപ്പെടുന്നവരുടെ കൽബുകൾക്കും ഏറ്റവും ശുദ്ധി എപ്പോഴാണ് പറയും? ഒരു മറക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ മറക്ക് പിന്നിൽ നിന്നല്ലാതെയുള്ള ചോദ്യങ്ങൾ, അത് ഒരു ഹിജാബും കൂടി ഇല്ലാതെയാണ് എങ്കിൽ ശരിയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്, അവരുടെ മഖാം എത്രയോ ഉയർന്നതാണ്, അവർ വിശുദ്ധരും വിശിഷ്ടരുമാണ്. മറ്റുള്ളവർ അവരുടെ മക്കളാണ്, ചോദിക്കുന്നവർ അവരുടെ മക്കളാണ്. പക്ഷേ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നവർ പിൽക്കാലക്കാരാവുക, ചോദിക്കപ്പെടുന്നവർ പിൽക്കാലക്കാരായ സ്ത്രീകളാവുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കി എന്തിനാണ് മറക്ക് പിന്നിൽ ചോദിക്കാൻ പറഞ്ഞത്? കൽബിൻ്റെ തഹാറത്തിന് വേണ്ടിയിട്ടാണ്, കൽബിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൽബിൻ്റെ ശുദ്ധി അത് പരിരക്ഷിക്കാനാണ് മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണമെന്ന് പറഞ്ഞതെങ്കിൽ അപ്പോൾ ഈ ഹുക്മ ആർക്ക് മാത്രം ബാധകമല്ല? നസ്രാസന്മാ തങ്ങളുടെ ഭാര്യമാരോട് മാത്രം ചോദിക്കുന്ന വിഷയത്തിൽ പരിമിതമല്ല. കാരണം അതിൻ്റെ ഇല്ലത്ത് കാരണതാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ ഫസ്അലൂഹുന്ന നിങ്ങൾ ചോദിക്കുക എന്നുള്ള കൽപ്പന റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ നോക്കിയിട്ടാണെങ്കിലും അവരോട് ചോദിക്കുന്ന വിഷയത്തിലാണെങ്കിലും, പക്ഷെ അതിന് പറയപ്പെട്ട ഇല്ലത്ത്, ഈ കാരണം എന്താ? ഈ വിധി എല്ലാവരുടെയും മേൽബാധകമാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. ഹൃദയം ഈ രോഗങ്ങളാൽ മലിനമാകും. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ. ഈ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഞാനിവിടെ ഈ ഖർനാത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽ ഖർനാത്തി എന്ന് പറയുന്ന
പേരിൽ വിശുദ്ധനായ അൽ ഖർനാത്തി അൽ അലായി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ എണ്ണിയപ്പോൾ 122 രോഗങ്ങൾ ഹൃദയത്തിന് ബാധിക്കുന്നത് എണ്ണി. 122 രോഗങ്ങൾ ഹൃദയത്തിന് ഏൽക്കുന്ന നന്മകൾ എണ്ണിയപ്പോൾ 105 എണ്ണിയത്. പക്ഷേ ഹൃദയ രോഗങ്ങൾ 122 എണ്ണിയിട്ടുണ്ട്. പെട്ടെന്ന് ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം രോഗഭരിതമാകും, അത് പ്രയാസപ്പെടും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് കുറേ കാര്യം ഈ ഹൃദയം ഉണ്ടല്ലോ രോഗപ്പെടുന്ന രോഗഗ്രസ്തമാകുന്ന അവസ്ഥ വരുമ്പോഴുണ്ടല്ലോ, ഹൃദയരോഗം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇതൊന്നുമല്ല, പിന്നെ അറ്റാക്കും പിന്നെ മറ്റിതുമല്ല, പിന്നെ പാപപങ്കിലമാകുക എന്നുള്ളതാണ്. പാപപങ്കിലമാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ എന്താ ഒരായത്തിൽ പിന്നെ ഫയത്തുമ അല്ലദി ഫി ഖൽബിഹി മർദൂൻ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞാണ് എന്താ ഏതാ വിഷയം? വലാ തഖ്ദഅന ബിൽ ഖൗൽ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ചിണുങ്ങി സംസാരിക്കരുത്. സംസാരത്തിൽ നിങ്ങൾ ഈ കൊണിഞ്ഞുകൊണ്ട് ചിണുങ്ങിക്കൊണ്ടുള്ള സംസാരം പാടുള്ളതല്ല. ഫയത്തുമ അല്ലദി ഫി ഖൽബിഹി മറദുൻ. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൽബിൽ മറതുള്ളവൻ അവനിലെന്ത് ചെയ്യും? തമ ഉണ്ടാവും. തമ എന്ന് പറഞ്ഞാൽ ആർത്തി, വികാരം ഇതുണ്ടാവും എന്ന് പറയുന്നത്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംസാരത്തിൽ ചിണുങ്ങി സംസാരിക്കരുത് എന്ന് പറഞ്ഞത്? രോഗം വരും എന്നുള്ളത് കൊണ്ടല്ലേ. അതേപോലെ ഇവിടെ ഹിജാബിന് മുന്നിൽ ചോദിക്കാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ ഈ പരസ്ത്രീകൾ അവർ ഈ തുറന്ന അവസ്ഥയിൽ അവരോട് സംവദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ എന്താണ് ചിത്രമുണ്ടാവും. ജുറൈജിൻ്റെ സംഭവത്തിൽ എന്താ ജുറൈജിൻ്റെ സംഭവം? ഗർവ ആരംഭിച്ച അതായത് കാന ജുറൈജുൻ റജുലൻ ആബിദൻ മിൻ ബനി ഇസ്രായേൽ. ഇസ്രായേലിലെ ഒരു ധ്യാനിയായിരുന്നു ജുറൈജ്. ധ്യാനി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആരാധന നിഷ്ഠുള്ള ഒരു മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ജുറൈജ്. അങ്ങനെ ഈ ജുറൈജ് അയാൾക്കൊരു സൗമ ഉണ്ടായിരുന്നു. സൗമ എന്ന് പറഞ്ഞാൽ ഒരു മഠം. ആ മഠത്തിൽ അയാൾ സദാ ആരാധനാനിഷ്ഠനുള്ളവനായിട്ട് കഴിയാണ്. ഫസ്താഖത്ത് ഇലൈഹി ഉമ്മുഹു എന്നാണ്. അദ്ദേഹത്തെ കാണാൻ ഉമ്മാക്ക് പൂതിയായി. അന്ന് കാലങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ച് ആ മഠങ്ങളിൽ ധ്യാനത്തിലിരിക്കുക എന്നുള്ളതായിരുന്നു വിശുദ്ധരുടെ ഒരു രീതി. അപ്പോൾ ഉമ്മക്ക് ഒരു ദിവസം കാണാൻ പൂതിയായി. ഇയാൾ മഠത്തിലാണ്. അങ്ങനെ ഉമ്മ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം പറഞ്ഞത് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തത് അബൂ യാഫെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. നിസാസുൽ മതങ്ങൾ പറഞ്ഞ എങ്ങനെയെന്നറിയോ? ഉമ്മ ഈ സൗമ ഈ മഠത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. വന്നിട്ട് ഉമ്മ ഇങ്ങനെ പിന്നെ ഹാജിബിന് മുകളിൽ ഇങ്ങനെ കൈ വെച്ചു എന്നാണ്. ഇങ്ങനെ ഉമ്മാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ കൈ വെച്ചിട്ട് ദൃഷ്ടി ഉയർത്തിയിട്ട് വിളിച്ചു എന്നാണ്. യാ ജുറൈജ്, യാ ജുറൈജ് എന്ന് വിളിച്ചു എന്നാണ്. ഇങ്ങനെ വിളിച്ചു എന്നാണ്. അങ്ങനെ റസൂല കാണിച്ചത്. ഇങ്ങനെ എന്നിട്ട് വിളിച്ചിട്ട് യാ ജുറൈജ് എന്നിട്ട് പറയാണ്. അപ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജുറൈജ് പറയാണ്, ആ ജുറൈജ് അജിബിനി അന ഉമ്മുഖ് അജിബിനി എന്ന് പറയാണ്. ഞാൻ ഉമ്മയാണ്, പിന്നെ വരാൻ പറയാണ്, എനിക്ക് ഉത്തരം തരുമെന്നാണ് പറയാണ്. അപ്പോൾ പിന്നെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് യാ റബ്ബ്, പിന്നെ ഉസല്ലി, പിന്നെ ഞാൻ നിസ്കരിക്കുകയാണ് വേണ്ടത്, അതല്ല ഉമ്മക്ക് ഉത്തരം നൽകുകയാണ് വേണ്ടത്. അതാണ് അയാളുടെ രണ്ട് വികാരം. അങ്ങനെ ഫഅഖ്ബല അലാ സലാത്തി എന്നാണ്. മൂപ്പര് എന്ത് ചെയ്തു? നിസ്കാരത്തിലല്ലേ, അപ്പോൾ നിസ്കാരത്തിൽ അങ്ങോട്ട് പോയി എന്നാണ്. നിസ്കരിച്ചു തുടർന്നു. ഉമ്മക്ക് ഉത്തരം നൽകിയില്ല. അപ്പോൾ ഉമ്മ മടങ്ങി. പിറ്റേന്നാൾ വന്നിട്ട് വീണ്ടും ഉമ്മ ഇതേപോലെ ജുറൈജ്, യാ ജുറൈജ് എന്ന് വിളിക്കുകയാണ്. ഞാൻ ഉമ്മുഖ് അജീബിനി എന്ന് പറയാണ്. അപ്പോഴും പിന്നെ ഈ ഇത് ഉമ്മയാണോ നിസ്കാരമാണോ? നിസ്കാരത്തിൽ പോയി എന്നാണ്. മൂന്നാം ദിവസം വന്നപ്പോഴും ഇതേപോലെ. അപ്പോഴാണ് ഉമ്മക്ക് എന്ത് ചെയ്തത്? പിന്നെ ദേഷ്യം വന്നത്. ഉമ്മ പറഞ്ഞ എന്താ ആ പ്രയോഗം എന്താ? അതാണ് അല്ലാഹുമ്മ ലാ തുമീതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത് എന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തുമീതുഹു, ജുറൈജിനെ മരിപ്പിക്കരുത്. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. എന്താ മുമിസാത്ത്? മുമിസാത്താര ബഹായ വേശ്യകളുടെ മുഖത്തേക്ക് നോക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. ഹത്താ യൻദുറ എന്നാണ് ആ പ്രയോഗം. നോക്കിയേ, ചില നിവേദനങ്ങളിൽ ഇങ്ങനെയാണ് വന്നത്. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, മുമിസാത്തിൻ്റെ മുഖങ്ങളിലേക്ക് അവൻ നോക്കുന്നത് വരെ. അതാണ് പ്രയോഗം. പിന്നെയാണ് എന്ത് ചെയ്ത് പിന്നെ ആളുകൾ ജുറൈജിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ അവിടേക്കൊരു ദൂഷ്യ സ്വഭാവമുള്ള സ്ത്രീ വന്നത്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ ജുറൈജിനെ
ഫിത്നയിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു പിന്നെ കർഷകനെ സമീപിച്ച് ഗർഭം ധരിച്ച് പിന്നെ പ്രസവിച്ചൊക്കെ വന്ന ആ വിഷയം നമ്മളതൊന്നുമില്ല. പിന്നെ അവർ മഠം തല്ലി പൊളിച്ചതും ഇവനെ വലിച്ചിട്ടതും ലോകമാന്യക്കാരാ പുറംപൂച്ചുകാരാന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിച്ചതൊക്കെ വിഷയം. ഇവിടെ വിഷയം എന്താണ്, ചില പണ്ഡിതന്മാർ ഈ പ്രയോഗം എടുത്തിട്ടുണ്ട്. എന്താ, അയാൾ മൂമിസാത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് വരെ, എന്താ മൂമിസാത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടം മതി ഒരാളെന്ത് ചെയ്യാൻ, അയാൾ എത്ര ധർമ്മനിഷ്ഠമുള്ളവനാണെങ്കിലും അയാൾ കെടാൻ. ഇവൻ്റെ ഈ നിസ്കാരം കാരണത്താൽ ആണല്ലോ വിളിച്ചിട്ട് ഉമ്മൻ്റെ വായന അതാണല്ലോ. ഓൻ്റെ ഒരു നിസ്കാരം അത് കാരണത്താൽ 3 പ്രാവശ്യം മല കയറിയിട്ട് മലമറ്റ മുകളിലാണ് ഇത് മഠം വന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ പിന്നെ അത് കെടുത്താൻ എന്ത് മതി, ആ ധർമ്മനിഷ്ഠ കെടുത്താൻ എന്ത് മതി, ഈ ഒരു നോട്ടം മതി. അതുകൊണ്ടാണ് ഓനെ മരിപ്പിക്കരുതേ അവന് ഇത്തരം സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുന്നത് വരെ എന്ന് ഉമ്മ പറഞ്ഞത്. അല്ല, ആ നോട്ടത്താൽ ഉണ്ടാകുന്ന അപകടം, അതാണ് നമ്മുടെ വിഷയം. അതാണ് ആ പ്രയോഗം എടുത്തിട്ട് ചില പണ്ഡിതന്മാർ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധി. ഒരു പണ്ഡിതൻ പറയാണ്, കാബത്തു കൽബി 20 സന, അല്ല ഹറസ്തു കൽബി 20 സന സുമ്മ ഹറസനി 20 സന എന്നാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിന് 20 വർഷം കാവലായി. ഞാൻ എൻ്റെ ഹൃദയത്തിന് 20 വർഷം കാവലായി. അപ്പം എൻ്റെ ഹൃദയം 20 വർഷം എനിക്കും കാവലായി. എന്താ പറഞ്ഞ, അബു ഹഫ്സൻ നൈസാബൂരിയാണ് പറഞ്ഞത്. ഹറസ്തു കൽബി 20 സന, ഞാൻ എൻ്റെ ഹൃദയത്തിന് 20 വർഷം കാവൽ നിന്നു. എങ്ങനെ കാവൽ നിന്ന്, ഹൃദയത്തിന് എങ്ങനെ കാവലൊക്കെ? ഇതേപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിൽ നിന്ന് ചോദിച്ച് ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൃഷ്ടി താഴ്ത്തി, അതേപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിച്ച്, അങ്ങനെയാണ് ഹൃദയത്തിന് കാവൽ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിന് ഒരു പെണ്ണിനെ കണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് അതിൻ്റെ പിന്നാലല്ല. പിന്നെയോ പെണ്ണിനെ കണ്ടെങ്കിൽ നമ്മൾ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് നമ്മുടെ വിശുദ്ധി കാക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് കാവലിൽ നിൽക്കലാണ്. അതാണ് ഹൃദയത്തിന് സെക്യൂരിറ്റി. അങ്ങനെ നമ്മൾ ഹൃദയത്തിന് സെക്യൂരിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഹൃദയം നമുക്ക് എന്ത് ചെയ്യും, പിന്നെ സെക്യൂരിറ്റി ആവും അല്ലേ. പിന്നെ നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരിടങ്ങേറ് ഭാവിച്ചാൽ തന്നെയും ഹൃദയം, മനസ്സ് എന്ത് ചെയ്യും, അതിൽ വിരക്തി ജനിപ്പിക്കുമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിന് 20 വർഷം കാവൽ നിന്നു, ഹൃദയം അപ്പം പിന്നെ എനിക്ക് 20 വർഷം കാവൽ നിന്നാണ് ഉണ്ടാവുക. മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു പാരസ്പര്യം. ഏതായാലും പിന്നെ ഈ ഹൃദയത്തിൻ്റെ ശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് മുഖ്യ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, കാരണം ഇത് കേടായ എല്ലാം കേടായി അല്ലേ, ഇത് കേടായ എല്ലാം കേടായി, ഇത് നന്നായി എല്ലാം നന്നായി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് പിന്നെ ചോദിക്കുമ്പോൾ ഈ ഒരു നിയന്ത്രണം, ഈ ഒരു മറ അത് സൂക്ഷിക്കാൻ സ്ത്രീകൾ അത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. പുരുഷന്മാർ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതെന്തിന് ദാലിക്കാത്തുഹറുലി കുലൂബിക്കും വ കുലൂബിഹിന്ന, ചോദിക്കുന്നവൻ്റെയും ചോദിക്കപ്പെടുന്നവരുടെയും ഹൃദയങ്ങൾ അത് കൂടുതൽ പരിശുദ്ധിയിൽ വർത്തിക്കാൻ അതാണ് കരണീയം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ തിരുദൂതരുടെ ഭാര്യമാരെ നിക്കാഹ് ചെയ്യുക എന്നുള്ളത് അള്ളാഹിൻ്റെ അടുക്കൽ അത് ഗൗരവപ്പെട്ട കുറ്റമാണ്, കൊടിയ ശിക്ഷയുടെ വിഷയമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നദാലികും കാന ഇൻദല്ലാഹി അദീമ എന്ന്. ഖലാസ്. അപ്പോൾ അത് നമ്മുടെ അതിൽ മനസ്സിലാക്കാനുള്ളത്. അവിടെ വിശ്വാസികളൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയൊക്കെ ചരിത്രത്തിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും സമ്മതിച്ചില്ല. നമ്മളാണെങ്കിൽ ആ ചരിത്രം ആ വിഷയങ്ങളും അത് പരത്തി പറയൂല. കാരണം അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ മക്കാമിലേക്ക് നമുക്ക് അവരോടുള്ള ആദരവ് കാരണത്താൽ പറയാൻ പ്രയാസമുള്ള കുറേ വിഷയങ്ങളാണത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു തആലയുടെ വിഷയത്തിൽ കപട വിശ്വാസികൾ ചില പരാമർശങ്ങൾ നടത്തി ഇങ്ങനെ ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ദ്രോഹിക്കുക എന്നുള്ളതും അവർ തിരുദൂതരുടെ ഭാര്യമാരെ നിക്കാഹ് ചെയ്യുക എന്നുള്ളതും അതൊരിക്കലും പാടുള്ളതല്ല. അള്ളാഹിൻ്റെ അടുക്കൽ അത് ഗൗരവപ്പെട്ട കുറ്റമാണ് എന്ന് ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നുള്ളതാണ്. ഖലാസ്. ഇതാണിപ്പോൾ ആയത്തുൽ ഹിജാബ്. ഈ ആയത്തുൽ ഹിജാബും അതിലിപ്പോൾ എന്താ പറഞ്ഞത്, ഹിജാബിന് പിന്നിൽ നിന്നായിരിക്കണം സുആൽ എന്നുള്ളതാണ്. ആ റസൂലുള്ളാഹിൻ്റെ പത്നിമാരുടെ ഹിജാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലിട്ടിരുന്ന ഒരു സ്ക്രീനിൻ്റെ വിഷയമാണ്, കർട്ടൻ്റെ ഒരു വിഷയമാണ്. ജീവിത നാളിലും തിരുവിയോഗ ശേഷവും
ഇസ്ലാം തങ്ങളുടെ ഭാര്യമാർ വിരിക്കപ്പുറമാണ് നിന്നിരുന്നത്. ആരും എന്ത് ചെയ്തിട്ടില്ല, ആരും എന്ത് ചെയ്തില്ല, ആ വിരിക്കപ്പുറത്തേക്ക് കിടന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അവർക്ക് അവരുടെ മക്കളും കാര്യങ്ങളും അല്ലാതെ, അതായത് അവർക്ക് അനുവദനീയമായ ആളുകളല്ലാതെ, അതിന് നമുക്ക് വരും ആരാണെന്നുള്ളത് അടുത്ത ആയത്തിന് ശേഷം. അതേസമയം എല്ലാവരും ആ മിറയ്ക്ക് പിന്നിൽ ഇപ്പുറത്ത് നിന്നിട്ടായിരുന്നു ഫത്വ ചോദിച്ചിരുന്നത്, വിഷയങ്ങൾ ആരാഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ. ഇതിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആലയെയും ഉൾപ്പെടുത്തിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷമൊക്കെ പ്രത്യേകിച്ച് അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒതുങ്ങിക്കൂടി. കാരണം അവരുടെ മരണവിവരം റസൂലുള്ളാഹിൻ്റെ നിന്ന് കേട്ടത് കാരണത്താൽ അവർക്ക് അറിയായിരുന്നു നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളത്. ഈ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ അതുകൊണ്ട് തന്നെ അവരുടെ മയ്യത്ത് വരെ, ഇപ്പോൾ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല വഫാത്താകുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അല്ലേ. അവരെ ഒരു മയ്യത്ത് കട്ടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്. അവരുടെ ശരീരം പുറത്തേക്ക് കാണാത്ത രീതിയിൽ. ഇത് ശരീരം കാണൂല, ശരിയാണ്, എന്ത് നമ്മൾ കഫനുണ്ടല്ലോ, പക്ഷേ ആ കഫനിട്ട ശരീരം പോലും അതിൻ്റെ വടിവും അതേപോലെ തന്നെ ഇതൊന്നും കാണാത്ത രീതിയിൽ മൂടിക്കൊണ്ടാണ് അവരെ കൊണ്ടുപോയത് എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ അങ്ങനെയാണ് കൊണ്ടുപോയത്. ഫാത്തിമ റളിയല്ലാഹു തആലയെ അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഇങ്ങനെ വളച്ചൊരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണി ഇട്ടിട്ട് ശരീരം കാണാത്ത രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത്. കാരണം ഈ ആയത്തിനെ പരിഗണിച്ചിട്ട് സഹാബികൾ അങ്ങനെയാണ് അവരോട് വർത്തിച്ചത് എന്നുള്ളതാണ് ഇതിൽ ചരിത്രം. ഖലാസ്.